ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഞ്ജുബി ഇടുക്കി. അഞ്ജുബി ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വണ്ടി പണിയായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴായിരുന്നു കേട്ടോ വണ്ടിക്ക് പണിയായത്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഇറക്കി. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം റൂട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പെരുവന്താനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ചെറിയ മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും കുട്ടിക്കാനത്ത് നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. സോ അപ്പം യാത്ര തുടരുകയാണ്. അപ്പം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് പുല്ലുപാറയാണ്. ഇത് പുല്ലുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പണ്ട് ഇതുവഴി പോകുമ്പോൾ ഒക്കെ എപ്പോഴും അച്ഛൻ പറയുന്നൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. പണ്ട് മറ്റേ ചരക്ക് വാഹനങ്ങളൊക്കെ വന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മെയിനായിട്ട് പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൽ നിന്ന് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല കാഴ്ചകളൊക്കെ വളരെ മനോഹരമായി തുടങ്ങിയിട്ടുണ്ട്. ദൂരെ നോക്കിയാൽ കാണാൻ കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല സൂപ്പറായിട്ടുണ്ട്. ചെറിയ മഴയൊക്കെയുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിഴക്കോട്ട് കയറാൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാലാവസ്ഥ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് ഈ മഴയുള്ള സമയത്തെ കാലാവസ്ഥയാണ്. കാരണം ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പം കാണാനായിട്ട്. സോ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ പ്ലേസുകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടോ ഗൈസ്, പാറ കുറേ പൊട്ടി വീണ് കിടക്കുന്നത്. ഈയിടെ ഇവിടെ നടന്നൊരു ഇഷ്യൂ ആണ് കേട്ടോ, ഒരു ആക്സിഡൻ്റ് ആണ്. വണ്ടികൾക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ പാറയെല്ലാം മുകളിൽ നിന്ന് റോഡിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വഴി പോകുമ്പം ഇങ്ങനത്തെ ചില ഇഷ്യൂസൊക്കെ ഉണ്ട് മഴക്കാലത്ത്. അതൊക്കെ ഇതുവഴി പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഈ സ്ഥലത്ത് അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വളഞ്ഞിങ്ങനത്തിന് താഴെയുള്ളൊരു സ്ഥലമാട്ടോ, മുറിഞ്ഞൂഴ എന്ന് പറഞ്ഞ സ്ഥലം എത്തി. ഇത് ആ വണ്ടി തിരിഞ്ഞ് കയറുന്നത് കണ്ടോ, അതുവഴിയാണ് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ പാഞ്ചാലിമേട് റൂട്ട്. അതാണ്. സോ പാഞ്ചാലിമേട് പോകേണ്ടവർക്ക് ആ റൂട്ട് വഴി കയറി നേരെ വെച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരെ പോവുകയാണ്. ഇപ്പോൾ നമ്മളിനി ചെല്ലാൻ പോകുന്നത് നമ്മളുടെ വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസിൻ്റെ ഏരിയയിലേക്കാണ്. സോ അപ്പോൾ നമ്മൾ വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അവർ ഓൾ ടൈം ഫേവറേറ്റ് വാട്ടർഫോൾസ്. സോ എത്തവണത്തെയും പോലെയും വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസ് ക്രൗഡഡ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. ഞങ്ങൾ മെയിനായിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ട് സ്ഥിരം വരുന്നൊരു സ്ഥലമാണ് വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസ്. ഇപ്പം നല്ല തിരക്കാണ്. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. ആക്ച്വലി ഗൈസ്, നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ ഡിസ്കഷൻ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, കമ്പംമെട്ട് വഴി കമ്പത്തേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ആ പോകുന്ന വഴിക്ക് നമ്മൾ രാമക്കൽമേടിൻ്റെയൊക്കെ അടുത്തായിട്ട് കാറ്റാടിപ്പാടം, അതായത് മലകളുടെ മുകളിലെ കാറ്റാടിപ്പാടം കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അതായിരിക്കും മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ മലമുകളിലെ കാറ്റാടിപ്പാടം അതായിരിക്കും നമ്മളുടെ ഡെസ്റ്റിനേഷൻ ടുഡേ. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ റൂട്ടൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും സുപരിചിതമായിരിക്കും. ഞങ്ങൾ സ്ഥിരം കയറുന്ന റൂട്ടാണ്. അവർ ഓൾ ടൈം ഫേവറേറ്റ് റൂട്ട്. കോടമഞ്ഞിറങ്ങി നല്ല സെറ്റായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആക്ച്വലി ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഫുള്ള് കോടമഞ്ഞാണ്. നമ്മൾ ഇപ്പോൾ ഫോണിലൂടെ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കുറവല്ലേ കാണത്തുള്ളൂ. നല്ല രീതിക്ക് കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയരികിൽ ഒരുപാട് കച്ചവടക്കാരെയൊക്കെ കാണാം. ഇത് കണ്ടില്ലേ, റംബൂട്ടാനൊക്കെ പല കളറിലെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ കുട്ടിക്കാനത്തേക്ക് അടുക്കുകയാണ് ഗൈസ്. ഓ മൈ ഗാഡ്, എവ്രി ടൈം കുട്ടിക്കാനം വരുമ്പോൾ ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും. സോ ഇത്തവണയും നമുക്ക് നിരാശയില്ല. ഫുള്ള് മഞ്ഞൊക്കെ മൂടി നല്ല കോടമഞ്ഞിൽ കുളിച്ച് കിടക്കുകയാണ് കുട്ടിക്കാനം. സോ കുട്ടിക്കാനത്തേക്ക് എത്തുമ്പോഴത്തേനും ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇത് കണ്ടില്ലേ, മിസ്റ്റി മൗണ്ടൻസ് തേയില റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ലെവലിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഓപ്പൺ കിച്ചൺ എല്ലാവർക്കും അറിയായിരിക്കും. കുട്ടിക്കാനത്തെ 2 ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ആവുന്നതാണ്. അടിപൊളി ഫുഡൊക്കെയാണ്. സോ
ബട്ട് ആക്ച്വലി ഞങ്ങൾ കുട്ടിക്കാലം വരുമ്പോഴത്തേനും മെയിനായിട്ട് കയറുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നതായിരിക്കും. ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും, അതായത് നമ്മളുടെ ആ ജംഗ്ഷനിലേക്ക് അടുക്കുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ടൗൺ ബേക്കറിയാണ് ഞങ്ങളുടെ സ്ഥിരം ഫുഡ് സ്പോട്ട്. സോ കുട്ടിക്കാനം എത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടിക്കാനത്തേക്ക് പാർക്ക് ചെയ്യുകയാണ്. ഈ കാണുന്ന കടയിൽ നമ്മൾ സ്ഥിരം തേയിലയൊക്കെ മേടിക്കുന്നൊരു കടയാണ് കേട്ടോ. ഗൈസ് നോക്ക് ഗൈസ്, ഫുള്ള് മഞ്ഞ്, കോടമഞ്ഞിൽ മുങ്ങിക്കിടക്കുന്ന കുട്ടിക്കാനം. ആക്ച്വലി നല്ല മഞ്ഞാണ് കേട്ടോ. ഈ ക്യാമറയുടെ ലെൻസിൽ കൂടെ കാണുമ്പോൾ തന്നെ എന്തോ മഞ്ഞിൻ്റെ ഒരു കാഠിന്യം കുറവ് പോലെ തോന്നുന്നു. പക്ഷേ ആക്ച്വലി കംപ്ലീറ്റ്ലി മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഗൈസ് ആക്ച്വലി വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഏലപ്പാറ റൂട്ട് ഓർ കട്ടപ്പന റൂട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അടിപൊളി റോഡാണ് ഇനി കട്ടപ്പന വരെ കേട്ടോ. പുതിയ റോഡാണ്, മലയോര ഹൈവേ. സോ ഈ റൂട്ട് പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇതുവഴി വണ്ടി ഓടിക്കാനും അടിപൊളിയാണ്. കാഴ്ചകൾ അതിമനോഹരമാണ്. അതായത് ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഈ ഹൈവേ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേനും ഭയങ്കര അടിപൊളിയാണ്. സോ നമ്മുടെ ചുറ്റിനും തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിലേക്ക് വന്നു. ആക്ച്വലി മഴ കുറഞ്ഞു കേട്ടോ. ഈ കാഴ്ചകൾ കണ്ടോ, അങ്ങ് ദൂരെ മലമുകളിൽ മുഴുവൻ തേയിലത്തോട്ടം. ഞാൻ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. സോ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഇതാണ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ഈ പള്ളി നിങ്ങൾക്ക് പല സിനിമകളിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറേ സിനിമകളിലെല്ലാം ഈ പള്ളിയുടെ ഒരു ഷോർട്സ് കണ്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. സോ ഇവിടുന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്. ഗൈസ് നമ്മൾ ഏലപ്പാറയൊക്കെ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവിടെ. ആക്ച്വലി ഇപ്പോൾ ഒരു വ്യൂ പോയിൻറ്റിന് ആൾക്കാർക്ക് ഇറങ്ങി നിന്ന് കാണാനൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ വ്യൂ പോയിൻറ്റ്. അടിപൊളിയാണ്, മനോഹരമാണ്. ഒരുപാട് ആൾക്കാർ ഇതുണ്ടല്ലേ, ഒത്തിരി വണ്ടികളും ആൾക്കാരും എല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവർ ആ വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങ് ദൂരേക്ക് മലമുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏലപ്പാറ എത്തി. ഇതാണ് നമ്മുടെ ഏലപ്പാറ ടൗൺ. സോ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഏലപ്പാറ. അതായത് എന്താ പറയുന്നത്, തേയിലത്തോട്ടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന സാധാരണ ആൾക്കാർ ജീവിക്കുന്ന ഏലപ്പാറ എന്ന് പറഞ്ഞ ഒരു കൊച്ചു സ്ഥലം. കൊച്ചല്ല, അത്യാവശ്യം നല്ല വലിയൊരു സിറ്റി. അപ്പോൾ നമ്മൾ ഏലപ്പാറ കഴിഞ്ഞ് മുന്നോട്ടേക്ക് യാത്ര തുടരുകയാണ്. അപ്പോൾ അടുത്തൊരു മെയിൻ സിറ്റി എന്ന് പറയുന്നത് കട്ടപ്പനയാണ്. അപ്പോൾ കട്ടപ്പന എത്തുന്നതിന് മുന്നേയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോകുന്ന സ്ഥലം ഞാൻ ഇതിനു മുന്നേ ഞാൻ പോയി കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആ സ്ഥലം ഒന്ന് കാണാനായിട്ട്. അതായത് മലമുകളിലെ കാറ്റാടിപ്പാടും അതൊക്കെ ഒന്ന് കാണാനായിട്ട്. സോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെയും മലനിരകളുടെയും ഇടയിലൂടെ പോകുന്ന ഈ റോഡ് കാണാൻ ഇപ്പോൾ ഭയങ്കര ഭംഗിയാണ്. റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, വളരെ ക്വാളിറ്റിയിലാണ് റോഡ് പണിതിരിക്കുന്നത്. സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും വഴിയരികിൽ കണ്ടതാണ് ഒരു ചെറിയ വെള്ളച്ചാട്ടം. അപ്പോൾ ദൂരെ നിന്ന് കാണുമ്പം നല്ല ഭംഗിയുണ്ടല്ലേ. സോ ഇതാണ് ആ ചെറിയ വെള്ളച്ചാട്ടം. അപ്പോൾ വെള്ളച്ചാട്ടം ഒക്കെ നമ്മൾ കണ്ടു. വെള്ളച്ചാട്ടം പിന്നിട്ട് നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ അത് എരം പറക്കൂടാ, അത്ര എരമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഗൈസ് അപ്പോൾ നമ്മൾ ചപ്പാത്തെത്തി. ചപ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലം
ഇപ്പം പെരിയാർ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തൊക്കെ പിന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നേക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം ചപ്പാത്തിൽ നിന്ന് കട്ടപ്പന വരെയുള്ള വർക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ചപ്പാത്തിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെരിയാർ ഒഴുകി പോകുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് പെരിയാർ. ചപ്പാത്തിൽ നിന്ന് കട്ടപ്പനയിലേക്ക് പോകുന്ന റൂട്ടിൽ ഇതുപോലെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അടിപൊളിയല്ലേ? വലിയ മീൻ കാണുമായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. ഇനി വണ്ടി ഓടിക്കാൻ പോകുന്നത് ഞാനാണ് കേട്ടോ. സോ നമ്മൾ അവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത നമ്മളുടെ മെയിൻ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടപ്പനയാണ്. അപ്പം കട്ടപ്പന പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇത് പരപ്പെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില ഭാഗങ്ങളിലെല്ലാം റോഡ് കുറച്ച് പോയിട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് റോഡ് കിടക്കുന്നത്. നല്ല വീതിയുള്ള റോഡ്. സോ നമ്മൾ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരിടത്ത് വണ്ടി നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരു തത്തമ്മ ഇരുന്നിട്ട്, ഇതെന്തുവാ ഇത്, റംബൂട്ടാനല്ലേ, റംബൂട്ടാൻ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആക്ച്വലി ഞാൻ അതിൻ്റെ ശരിക്കുള്ളൊരു കളറൊക്കെ എടുക്കാനായിട്ട് നോക്കി, പക്ഷെ എനിക്കത് ക്യാമറയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. സാധാരണ പച്ചത്തത്തയല്ല കേട്ടോ, വേറൊരു കളറുള്ളൊരു തത്ത. സോ നമ്മൾ തത്തയുടെ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് ചായ കുടിക്കാനായിട്ട് വഴിയരികിൽ കണ്ട ഒരു ചായക്കടയിലേക്ക് കയറുകയാണ്. മധുരം കുറച്ചേ. രണ്ട് ഉള്ളിവട, ഒരു ഉഴുന്നുവട. ഉള്ളിവട വന്നിട്ട് അഭിപ്രായം പറയുന്നത് കട്ടായിക്കോട്ടെ. സോ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇടുക്കി കവലയാണ്. ഇത് ഇടുക്കിക്ക് പോകുന്ന വഴിയാണ്. സോ ഇടുക്കി കവലയിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക്, ആക്ച്വലി ദ മെയിൻ പ്രോപ്പർ കട്ടപ്പന. നമുക്ക് ചെറിയ വണ്ടികളുടെ ലിസ്റ്റ് എടുത്തേക്കാം എല്ലാ ഷോറൂമിലും. ബഡ്ജറ്റ് നീ എത്ര എന്ന് പറഞ്ഞാൽ മതി. അണ്ടർ 10 lakhs ആണോ? അങ്ങനെ നമുക്ക് നാളെ തന്നെ ഞാൻ എടുത്തു തുടങ്ങുവേ. ചന്ത ഇറങ്ങാനുണ്ട്. ഗൈസ്,
ഗൈസ്, അപ്പോൾ നമ്മൾ കട്ടപ്പന ചന്തയൊക്കെ പിന്നിട്ട് എന്താ പറയുന്നത്, കൂട്ടാറ് പോകാനുള്ള റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കയറ്റം ആൻഡ് ഹെയർ പിന്നാണ്. സോ ഈ വഴി പോകുന്നവർ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോകണം. വഴിയൊക്കെ അടിപൊളിയാണ്, പക്ഷേ റൂട്ട് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഡീസൽ എടുക്കാം. അല്ല, ഞാൻ ആ റൂട്ടല്ലേ പോകുന്നത് നോക്കിയത്. എനിക്കറിയാം, ഞാൻ ഒരു കുറെ പ്രാവശ്യം വന്നുള്ളൂ. എന്നാലും റൈമോടൊക്കെ എടുത്തിട്ടുണ്ട്. തിരിയാറായോ? ഇവിടെ നിന്നാണ് തിരിയുന്നത്. 80 മീറ്റർ കഴിഞ്ഞിട്ട് പുളിയമ്പലയായി. പുളിയമ്പല പുളിയമലയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് മുന്നോട്ടേക്ക് തിരിയുമ്പം റൈറ്റിലേക്ക് ഒരു വഴി കാണാം. ആ വഴിയാണ് നമുക്കിത് കയറി പോകുന്നത്. രാമക്കൽമേട് എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ നോക്കിയിട്ട് പോയാൽ മതി. സോ ഇതാണ് ആ റൂട്ട്. ഇവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോവാം. ഇവിടുത്തെ സ്റ്റോറിയുടെ കാര്യമായി. ഞുഞ്ഞി വേറെ കേട്ടുമല്ലേ? ഞുഞ്ഞല്ല, കുഞ്ഞുഞ്ഞി. തലശ്ശേരിക്ക് വേണ്ടി അങ്ങോട്ടല്ലേ? നമ്മൾ തൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് തൂക്കുപാലം ടൗൺ. സോ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ടൗണാണ്. സോ തൂക്കുപാലം ടൗൺ കഴിഞ്ഞേച്ച് മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ ഇടവഴിയാണ് കയറേണ്ടത്. ആക്ച്വലി ഞാൻ ആ തിരിവെടുക്കാൻ വിട്ടുപോയി. ആ ഇടവഴി കയറുമ്പോഴത്തേനും പിന്നെ ചെറിയ റോഡാണ്. ചെറിയ റോഡ് വഴി പിന്നെ കണ്ടിന്യൂസ്ലി നേരെ പോകുക. അങ്ങനെ പോകുമ്പോഴത്തേനും നമ്മളിങ്ങനെ പോയി ഒരു മല കയറാൻ പോവുകയാണ്. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചെറിയ വഴിയാണ്. ഈ വഴി പോകുമ്പോഴത്തേനും കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് പോവുക. സിൻസ് ഞാൻ പറഞ്ഞ പോലെ ചെറിയ വഴിയാണ്. സോ നമ്മളൊരു മലയുടെ മുകളിലാണ് എത്താൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മലയുടെ മുകളിലെ കാറ്റാടിപ്പാടം, ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഹായ്, അപ്പോൾ ദേ കാറ്റാടി നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഒരു ഭീമാകാരനായിട്ട് ഒന്നല്ല കേട്ടോ, 2 എണ്ണം ഇപ്പോൾ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ആ സൈറ്റിൽ നമ്മൾ മുന്നിലൊരു ഓട്ടോ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ മലമുകളിലെ കാറ്റാടിപ്പാടം. ഇനി മുകളിലേക്ക് എത്തുമ്പോഴത്തേനും അന്യായ വ്യൂ ആണ് ഗൈസ്, അന്യായ വ്യൂ. അപ്പം അതിനേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഫൈനലി ഗൈസ്, നമ്മൾ മലയുടെ മുകളിൽ കാറ്റാടിയുടെ ചോട്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാറ്റാടി അതുകൊണ്ട് എല്ലാ കാറ്റാടികളും നന്നായിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ. ഒന്നും സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നിട്ട്. നമ്മൾ എക്സാക്ട്ലി മലയുടെ മുകളിലാണ് വന്ന് നിന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്കുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. സോ നോക്കിക്കേ, അങ്ങ് ദൂരെ വരെയുള്ള എല്ലാ മലനിരകളും കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അതുപോലെ തന്നെ മലയുടെ മുകളിലെ കാറ്റാടിയുടെ വ്യൂ വെരി ബ്യൂട്ടിഫുൾ അല്ലേ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി നമുക്ക്
നാട്ടിലെത്തിയിട്ട് കാറ്റാടി കാണണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വന്നാൽ മതി. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളി സ്ഥലമാണ്, ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടേക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ദിസ് ഈസ് അഞ്ജു ബി ഇടുക്കി സൈനിങ് ഓഫ്. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.